മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ ആ മനുഷ്യന്റെ മൗത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നതും അത് പറയേണ്ടി വരുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിലായത്തിനെ അള്ളാഹു പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കാറുണ്ട്. നുബുവത്ത് കൊണ്ട് മറക്കും വിലായത്തിനെ. നാളെ കഴിഞ്ഞ റബീഉൽ അവ്വലില് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ മങ്കൂസ് മൗലിദിനെ കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലുള്ള ദുആയിൽ വലിയക്കല്ലാതെയുന്നുണ്ട്, അത് ആരാണെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളാണ് മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലുള്ള ആ ദുആ എഴുതിയത്. അതിന് രണ്ട് ഭാഗമാണ്. ആദ്യത്തിലൊരു സ്വലാത്താ ഉള്ളത്, അതിന് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയും. പിന്നെ രണ്ടാം ഭാഗത്തിലൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം വബിജാഹി നബിയിക്കൽ കരീം വലിയക്കൽ അദീം എന്ന് പറഞ്ഞാൽ വലിയ ആരാന്നാണ് മൂപ്പർക്ക് അറിയേണ്ടത്. അതിന് രണ്ട് തഫ്സീറാണ് ഉള്ളത്. ഒന്ന്, അത് നബി തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മുന്നേ പറഞ്ഞത് മുത്തുനബിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയക്കൽ അദീം എന്ന് പറഞ്ഞത് നബി തങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താ ഔലിയാക്കളില്ല എന്ന് ചോദിച്ചാൽ നബി തങ്ങൾ വലിയ തന്നെയാണ്. പിന്നെ രണ്ടാമത് വിലായത്തിനെ മറച്ചു വെക്കുന്ന മറ്റൊന്ന് സുഹബത്താണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ എണ്ണി വരുന്നത്. അവിടെയും പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കുന്നതുണ്ട്. ഫിഖ് കൊണ്ടുള്ള മറക്കല്, വിലായത്തിനെ ഫിഖ് കൊണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിന്റെ ഉദാഹരണമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ് എന്നുള്ളതിൽ അഭിപ്രായമൊന്നുമില്ലല്ലോ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഫിഖ് കൊണ്ട് മറച്ചു വെച്ചു. അങ്ങനെ ചില ആളുകളുടെ വിലായത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. മാല് കൊണ്ട് മറച്ചു വെച്ചതുണ്ട്. ചെമ്പകം കുഞ്ഞാപ്പാജിന് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിരീക്ഷണമാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിരീക്ഷിക്കാം. ജാഹു കൊണ്ട് മറച്ചു വെച്ചതുണ്ട്. സ്ഥാനമാനങ്ങളെ കൊണ്ട് വിലായത്തിനെ മറച്ചു വെച്ചതുണ്ട്. ടിപ്പു സുൽത്താൻ അതിന്റെ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമയുടെ വിലായത്ത് മനസ്സിലായവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലായില്ല എന്നതാണ്. അതായത് ശംസുൽ ഉലമ റഹിമഹുല്ലയെ എതിർക്കുമ്പോൾ അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും. ഖാസിം ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് അസ്ലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മുപ്പര് കുറച്ചുകൂടി ഉഷാറായിട്ടാ പറയാ നുത്തുഫത്തിന്റെ പ്രശ്നമാണ് എന്നാ പറഞ്ഞത്. ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാണ് സംഗതി. അത് സംഗതി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ശംസുൽ ഉലമയെ ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ